بسم الله الرحمن الرحيم فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون إن الذين آمنوا والذين هادوا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൻ്റെ അധ്യായങ്ങളാണ് ഇവിടെ ഷറഹ് ചെയ്ത് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തബറുക്കുമായി ബന്ധപ്പെട്ട ഏതാനും ഭാഗങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് ബാബു മാ ജാഅ ഫി ദബഹ് ലിഗൈരില്ലാഹ് മിനൽ വഈദി വഅന്നഹു ശിർകും ബില്ലാഹി ജല്ല വഅല. അല്ലാഹു അല്ലാത്തവർക്കുള്ള ദബഹ് അഥവാ അറവ്, ആ വിഷയത്തിൽ വന്ന മുന്നറിയിപ്പുകൾ, അത് ശിർക്കാണ് എന്ന കാര്യം, ആ വിഷയങ്ങളെ വിവരിക്കുന്ന അധ്യായമാണ് ഇന്ന് ഉണർത്തുന്നത്. ബാബു മാ ജാഅ ഫി ദബഹ് ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് അറക്കുക, ആ വിഷയത്തിൽ വന്ന അധ്യായം. ആ വിഷയത്തിൽ വന്നത് മിനൽ വഈദ്, അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പാണ്. വഅന്നഹു ശിർകും ബില്ലാഹ്, മാത്രമല്ല അത് അള്ളാഹുവിൽ ഷിർക്ക് വെക്കലാണ് എന്നതും വിശദീകരിക്കുന്ന അധ്യായം. പ്രസ്തുത അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി 2 ആയത്തുകളും
രണ്ട് അസറുകളുമാണ് നൽകിയിട്ടുള്ളത്. അദ്ദബഹു ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള അറവ് എന്ന് പറയുമ്പോൾ ദബഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഇറാഖത്തുദ്ദം, രക്തം ചിന്തലാണ്, ഒലിപ്പിക്കലാണ്. ദബഹുണ്ട്, നഹറുണ്ട്. ആട്, അതേപോലെ മാട്, കോഴികളൊക്കെ അറക്കുന്നതിന് ദബഹ് എന്ന് പറയും. ഒട്ടകത്തെ അറക്കുന്നതിന് നഹർ എന്ന് പറയും പൊതുവിൽ. എന്നാൽ നഹറിൻ്റെ പ്രയോഗം പലപ്പോഴും പൊതുവിലാകാറുണ്ട്. ഏതായാലും കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളെ അപഗ്രഥിക്കലല്ല ഉദ്ദേശം, വിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കലാണ് ഉദ്ദേശം. ദബഹിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, തസ്മിയത്ത് അഥവാ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറക്കുക. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിക്കുക. അപ്പോൾ തസ്മിയത്തും ഉണ്ട്, ഖസ്ദും ഉണ്ട്. തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇറക്കുക. ഖസ്ദ് എന്ന് പറഞ്ഞാലോ അള്ളാഹുവിൻ്റെ ഖുർബത്ത്, സാമീപ്യം, തഖറുബ്, സാമീപ്യം ഉദ്ദേശിക്കുക. സാമീപ്യം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ വല്ല ഗുണവും തനിക്ക് ലഭിക്കുമെന്നോ വല്ല ഉപദ്രവവും തന്നിൽ നിന്ന് ചെറുക്കപ്പെടുമെന്നോ ഉള്ള നിയ്യത്തിനാൽ, ഉദ്ദേശത്താൽ ഈ അറിവ് നിർവഹിക്കുക. അപ്പം ഇങ്ങനെ രണ്ട് അടിസ്ഥാനങ്ങൾ അറിവിലുണ്ട്. അള്ളാഹുവിൻ്റെ നാമത്തിൽ അറക്കുക എന്ന് പറഞ്ഞാൽ ആ നാമത്തിൻ്റെ ബർക്കത്തിൽ അല്ലെങ്കിൽ ആ നാമത്തിൻ്റെ സഹായത്തിൽ അറക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫകുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി ഇൻ കുൻതും ബി ആയാതിഹി മുഅ്മിനീൻ. ഫകുലു, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെട്ടതിൽ നിന്ന്. അപ്പം അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെട്ടത് അത് നിങ്ങൾ തിന്നോളി എന്ന് പറഞ്ഞു. എന്നാൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ, അതാണ് വമ ഉഹില്ല ലി ഗൈരില്ല, അല്ലെങ്കിൽ വമ ഉഹില്ല ബിഹി ലി ഗൈരില്ല. അള്ളാഹു അല്ലാത്തവരുടെ നാമം പ്രഖ്യാപിക്കപ്പെട്ടത് അതെന്താണ്? അത് ഹറാമാക്കപ്പെട്ട മാംസമാണ്, അത് കഴിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറക്കുകയും അള്ളാഹുവിൻ്റെ തഖറുബിനെ ഉദ്ദേശിക്കുകയും ചെയ്യുക, ഇതാണ് അറിവിൽ അടിസ്ഥാനമായിട്ടുള്ള രണ്ട് വിഷയങ്ങൾ. പണ്ഡിതന്മാർ ഈ രണ്ട് അടിസ്ഥാനങ്ങളെ പുരസ്കരിച്ച് 4 രീതിയിൽ അറിവ് ഉണ്ട്, അല്ലെങ്കിൽ അറിവിന് 4 അവസ്ഥകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ തഖറുബ് ഉദ്ദേശിച്ച് അറക്കുക. അപ്പം അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ അറുത്തത്, ബിസ്മില്ല ചൊല്ലി അറുത്തത്, അള്ളാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ച്, തഖറുബ് ഉദ്ദേശിച്ച്, ഇതാണ് തൗഹീദ്. ഈ അറിവാണ് തൗഹീദിൻ്റെ അറിവ്. എന്നാൽ രണ്ടാമതൊരവസ്ഥ ഉണ്ട്. അതെന്താ? അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്തത്,
അള്ളാഹു അല്ലാത്തവരുടെ തഖറുബ് ഉദ്ദേശിച്ച്. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അറക്കുന്നത്, ബിസ്മില്ല ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു അല്ലാത്തവരുടെ തഖറുബാണ് അതിനാൽ ഉദ്ദേശം. ഖസ്ദ് തെറ്റി. ഒരു ബലി നടത്തിയാൽ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്തവരുടെ കുരുത്തവും പൊരുത്തമാണ്. അതാണ് തഖറുബ് എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് ഒരു പടപ്പ്, തനിക്കൊരു ഉപദ്രവം എത്തിക്കുമെന്നോ തന്നിൽ നിന്നൊരു ഉപദ്രവം നീക്കുമെന്നോ ഒരു ഉപകാരം എത്തിക്കുമെന്നോ ഉള്ള വിശ്വാസത്താലുള്ള അറിവ്. ഇത് തഖറുബ് അള്ളാഹു അല്ലാത്തവർക്കാണ്. അതാണ് ഇബാദത്തിലുള്ള ശിർക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിലും അള്ളാഹു അല്ലാത്തവർക്കുള്ള തഖറുബായത് കാരണത്താൽ അത് ഇബാദത്തിൽ ഷിർക്കാണ്. ഇത് ഷിർക്കിൻ്റെ അറിവുമാണ്. മൂന്നാമതൊരു രീതി, അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കുക, അള്ളാഹു അല്ലാത്തവരുടെ തഖറുബിന് വേണ്ടി. അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറിവ് നടത്തുക. ഇപ്പം മസീഹിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബദവി ഷെയ്ഖിൻ്റെ പേരിൽ നാമത്തിൽ അറക്കുക. ബദവി ഷെയ്ഖിൻ്റെ കുരുത്തവും പൊരുത്തവും അല്ലെങ്കിൽ ജീനാരി ഷെയ്ഖിൻ്റെ കുരുത്തവും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട്. അപ്പം മറ്റുള്ളവരുടെ പടപ്പുകളുടെ നാമത്തിൻ്റെ സഹായത്തിലുള്ള അറിവും അവരുടെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ടുള്ള അറിവും. ഇത് സഹായത്തേട്ടത്തിൽ ശിർക്ക് വെക്കുന്ന രീതിയാണ്. അതേപോലെ തന്നെ ഇബാദത്തിലും ശിർക്ക് വെക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതും ഷിർക്കിൻ്റെ അറിവാണ്. നാലാമത്തെ ഒരു അവസ്ഥ, അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറക്കുക, അള്ളാഹുവിൻ്റെ തഖറുബ് ഉദ്ദേശിച്ച്, അള്ളാഹു അല്ലാത്തവരുടെ നാമം പ്രഖ്യാപിച്ച്. ചിലർ അറിവന്നെ നടത്തുന്നത് അള്ളാഹു അല്ലാത്തവരുടെ പേര് പ്രഖ്യാപിച്ചായിരിക്കും. അവർ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണെങ്കിലും സാമീപ്യം ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ചില പണ്ഡിതന്മാർ പറഞ്ഞ് ഇത് റുബൂബിയത്തിൽ തന്നെയുള്ള ശിർക്ക് വെക്കലാണ്. കാരണം അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണ് അറിവ്, അതിൻ്റെ സഹായത്തിൽ അതിൽ ബർക്കത്തെടുത്തുകൊണ്ടുള്ള അറിവ്. അത് അള്ളാഹുവിൻ്റെ ഖുർബത്ത് ഉദ്ദേശിച്ചാണെങ്കിലും ശരി, അത് ഷിർക്കാകുന്നു, ഷിർക്കൻ അറിവാകുന്നു. അപ്പോൾ 4 അവസ്ഥ അങ്ങനെയുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഖുർബത്ത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള അറിവ്, അതാണ് തൗഹീദ്. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ നാമത്തിൽ അറക്കുന്നു, പക്ഷെ അള്ളാഹു അല്ലാത്തവരുടെ സാമീപ്യം ഉദ്ദേശിച്ച്, അത് ഷിർക്കാണ്. മൂന്നാമത്തേത്, അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുക്കുന്നു, അള്ളാഹു അല്ലാത്തവരുടെ ഉദ്ദേശം സാമീപ്യം ഉദ്ദേശിച്ച്. നാലാമത്തേത്, അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുക്കുന്നു, അള്ളാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ച്. ഈ അവസാനം പറഞ്ഞ 3 അവസ്ഥകളും ഷിർക്കിൻ്റെ വിവിധ രൂപങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള അറിവ്, ആ വിഷയത്തിൽ വന്നതായ വഈദും മുന്നറിയിപ്പും, വഅന്നഹു ശിർക്കും ബില്ലാഹ്, അത് അള്ളാഹുവിൽ ഷിർക്ക് വെക്കലാണെന്നും വിശദീകരിക്കുന്ന അധ്യായമാകുന്നു ഈ അധ്യായം. അതിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായി ഉദ്ധരിക്കുന്നത് 2 ആയത്തുകളാണ്. വഖൗലുല്ലാഹി തആല ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഖുൽ, പ്രഖ്യാപിക്കുക, ഇന്ന സ്വലാത്തി വനുസുകി, നിശ്ചയം എൻ്റെ സ്വലാത്ത് നമസ്കാരം, വനുസുക്കി എൻ്റെ നുസുക്ക്. നുസുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ബലിയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം.
സഈദ് ബിൻ ജുബൈർ, അതേപോലെ തന്നെ ഇമാം മുജാഹിദ് തുടങ്ങിയവരൊക്കെ നുസ്ക് എന്ന് പറഞ്ഞാൽ ദബഹി, എൻ്റെ അറവ് എന്ന തഫ്സീറാണ് നൽകിയിട്ടുള്ളത്. കാരണം നുസ്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറവിന് പറയും. ഇപ്പോൾ പിന്നെ ഫഫിദിയത്തു മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക് എന്ന് പറഞ്ഞില്ലേ, അതായത് ഹജ്ജിൽ ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല, അതിൻ്റെ പ്രായശ്ചിത്തം ഫഫിദിയത്തു മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്, 3 ദിവസം നോമ്പ് വിൽക്കുക, അല്ലെങ്കിൽ 6 മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ആടിനെ അറക്കുക. അതാണ് അവിടെ ഉദ്ദേശം. നുസുക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ദബഹുഷാത്ത്, ഒരാടിനെ അറക്കുക എന്നുള്ളതാണ്. അവിടെ നുസുക് പ്രയോഗിച്ചത് അറവിനാണ്. അപ്പോൾ അതേ പ്രയോഗമാണ് ഇവിടെ. വനുസുക്കി, ഇന്ന സലാത്തി വനുസുക്കി, എൻ്റെ അറവ്. ഇന്ന സലാത്തി വനുസുക്കി വനുസുക്കി വമഹയായ വമമാത്തി, വമഹയായ എൻ്റെ ജീവിതം, വമമാത്ത് എൻ്റെ മരണം, ഹയാത്തി വമൗത്തി. ചിലർ പറഞ്ഞത് ഇഹ്യാഇ വ ഇമാത്തതി, എന്നെ ജീവിപ്പിക്കുന്നത് എന്നെ മരിപ്പിക്കുന്നത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാ റബ്ബിൽ ആലമീൻ, മുഴു ലോകരുടെയും റബ്ബായ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവിടെ സ്വലാത്തി വനുസ്ക്, എൻ്റെ നമസ്കാരം, എൻ്റെ നുസുക് അറവ്, അത് ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് അർഹപ്പെട്ടതാകുന്നു. അവിടെ ലി എന്നുള്ളത് ലാമുൽ ഇസ്തിഹ്ഖാഖ്, ലാമുൽ ഇസ്തിഹ്ഖാഖ്, അള്ളാഹുവിന് അർഹപ്പെട്ടതാകുന്നു. മഹ്യായ മമ്മാത്തി എന്നുള്ളതിന് എൻ്റെ ജീവിതവും മരണവും എന്ന് പറഞ്ഞാലോ, അർത്ഥം പറഞ്ഞാൽ അതും അവിടെ ലാമുൽ ഇസ്തിഹ്ഖാഖാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ മഹ്യ വ മമ്മാത്ത് എന്നുള്ളതിന് ഇഹ്യാ ഇമാത്തത്ത്, എന്നെ ജീവിപ്പിക്കുക എന്നെ മരിപ്പിക്കുക എന്നുള്ളത് ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ അർത്ഥത്തിലാണ് മഹ്യ വ മമ്മാത്ത് എന്നുള്ളതെങ്കിൽ അത് ലാം അവിടെ ലാമുൽ മിൽക്ക്, അള്ളാഹുവിന് ഉടമപ്പെട്ടതാകുന്നു, അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. അപ്പോൾ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ ഉടമസ്ഥതയ്ക്ക്, മിൽക്ക്, തദബ്ബുർ എന്ന അർത്ഥത്തിലാണ് അവിടെ ലാമ് വന്നിട്ടുള്ളത്. ഈ മമാത്ത് മഹ്യ എന്നുള്ളതിന് ഇമാത്തത്ത്, അതേപോലെ ഇഹ്യ എന്നുള്ള മാന നൽകപ്പെടുമ്പോൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം വനുസുക്കി എന്നതാണ്. എൻ്റെ നുസുക്, നുസുക് എന്ന് പറഞ്ഞാൽ എൻ്റെ അറവ്, അത് ലില്ലാ, അള്ളാഹുവിന് അർഹപ്പെട്ടതാകുന്നു, അള്ളാഹു അല്ലാത്തവർക്കുള്ളതല്ല. അപ്പോൾ ഇവിടെ അള്ളാഹുവിന് അർഹപ്പെട്ടത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകപ്പെടുന്ന അവസ്ഥ ഉണ്ടായാൽ അതാണ് ശിർക്ക്. അങ്ങനെ നൽകപ്പെടുന്ന അവസ്ഥ ഉണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ കുരുത്തവും അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തവും കാക്ഷിച്ച് ആഗ്രഹിച്ചിട്ട് അറവ് നടത്തും. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ഒമാർ നൂർ ശുഹദാക്കളുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, അതേപോലെ തന്നെ ചില തങ്ങന്മാരൊക്കെ പേരിൽ പിന്നെ മൃഗങ്ങളെ നേർന്നിടും. എന്നിട്ട് അതിനെ അറക്കണത് കാണാൻ സാധിക്കും. എന്തിനാണ് ആ അറവ്? അത് അവരുടെ തഖർറുബ് ഉദ്ദേശിച്ചിട്ട് തന്നെ. കാരണം വല്ല ഗുണവും തനിക്ക് ലഭിക്കും, നല്ല ഉപദ്രവവും തന്നിൽ നിന്ന് ചെറുക്കും എന്നുള്ള വിശ്വാസമാണ് ആ സമർപ്പണത്തിന് പിന്നിലുള്ളത്. അതാണ് തഖർറുബ്. നമ്മുടെ വീട്ടിൽ പിന്നെ ഒരു വിരുന്നാരൻ വരുമ്പോൾ അയാൾക്ക് ഇറക്കാൻ ഒരു കോയിനെ കണ്ടെക്കുക, അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിന് ഒരു ആടിനെ കണ്ടെക്കുക എന്ന ഉദ്ദേശം, ആ ഉദ്ദേശമല്ല ശരിക്ക് ഇത്തരം നേർച്ചകൾ അല്ലെങ്കിൽ നേർന്നിടുന്ന അല്ലെങ്കിൽ ഇത്തരം പിന്നെ ശുഹദാക്കളുടെയും അതേപോലെ തന്നെ പിന്നെ വലിയൻ്റെയും ഒക്കെ പേരിൽ നടത്തുന്ന അറിവിൻ്റെ വിഷയത്തിലുള്ളത് പിന്നിലുള്ളത്. പ്രത്യുത ഇതുകൊണ്ട് ഉദ്ദേശം തഖർറുബാണ്, ഇബാദത്താണ്. എന്തുകൊണ്ട് തഖർറുബാകുന്നു, എന്തുകൊണ്ട് പിന്നെ ഇബാദത്താകുന്നു? കാരണം അതിലൂടെ ഒരു ഉപകാരം തനിക്ക് ലഭിക്കുമെന്നോ ഒരു ഉപദ്രവം തന്നിൽ നിന്ന് ചെറുക്കപ്പെടുമെന്നോ ഉള്ള വിശ്വാസമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നതിനാലാണ്. ഏതായാലും അള്ളാഹുവിന് മാത്രമാക്കേണ്ടതായ നുസുക് അള്ളാഹു അല്ലാത്തവരിൽ സമർപ്പിക്കുന്നത് ഷിർക്കാണ്. അത് അറിയിക്കാനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ്, അള്ളാഹുവിന് യാതൊരുവിധ പങ്കുകാരും ഇല്ല തന്നെ.
പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്ന ആയത്ത് വഖാല തആല ഫസല്ലി ലിറബ്ബിക് വൻഹർ. ഫസല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക. വൻഹർ, നീ അറവ് നടത്തുകയും ചെയ്യുക. അവിടെ സൂറത്തുൽ കൗസറിൽ ഇന്ന അഅ്തൈനാകൽ കൗസർ, പ്രവാചകരെ താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ, ധാരാളം നന്മകൾ. അതിൽപ്പെട്ടതാണ് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയതായ കൗസർ എന്ന് പറയുന്ന നദി. അപ്പോൾ ആ ഖൈർ അടക്കമുള്ള ധാരാളം ഖൈറുകൾ താങ്കൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഫസല്ലി, അത് കാരണത്താൽ അള്ളാഹുവിന്, സല്ലി ലി റബ്ബിക്, താങ്കളുടെ റബ്ബിന് താങ്കൾ നമസ്കരിക്കുക. വൻഹർ, അറുക്കുകയും ചെയ്യുക. വൻഹർ എന്ന് പറഞ്ഞ വാവ് അത്ഫിൻ്റെ വാവാണ്. വൻഹർ ലി റബ്ബിക്, റബ്ബിന് മാത്രമായി അറുക്കുകയും ചെയ്യുക എന്നുള്ള അനുഗ്രഹദാതാവാരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഇന്ന അഅ്തൈനാക, നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ, ധാരാളം നന്മകൾ. അതുകൊണ്ട് അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ മാത്രമായി നമസ്കരിക്കുക, അവന് മാത്രമായി അറവ് സമർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു അറവ് അള്ളാഹുവിന് മാത്രമാക്കണമെന്ന്. ആ അറവിനെ മറ്റുള്ളവർക്ക് വേണ്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്. അത് മഹാ അക്രമവും അന്യായവുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലാ തഅകുലു മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് വഇന്ന ശയാത്തീൻ ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും വഇൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. വലാ തഅകുലു മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി, അല്ലാഹുവിൻ്റെ നാമം സ്മരിച്ചിട്ടില്ലാത്തത് നിങ്ങൾ ഭക്ഷിക്കരുതേ. വഇന്നഹു ലഫിസ്ഖുൻ, കാരണം അത് ഫിസ്ഖാണ്, നജസാണ്. വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും, പിശാചിൻ്റെ മിത്രങ്ങൾക്ക് ബോധനമേകുന്നു അവർ നിങ്ങളോട് തർക്കിക്കുന്നതിന് വേണ്ടി. വഇൻ അതഅ്തുമൂഹും, പിശാചുക്കളെ നിങ്ങൾ അനുസരിച്ചാൽ, ഷിർക്കിൻ്റെ വിഷയത്തിൽ അനുസരിച്ചാൽ, ഇന്നക്കും ലമുശ്രികൂൻ, നിങ്ങൾ തീർച്ചയായും മുശ്രിക്കുകളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ നാമസ്മരിച്ചിട്ടില്ലാത്തത് തിന്നാൻ പാടുള്ളതല്ല. കാരണം അത് ഷിർക്കിൻ്റെ അറവാണ് എന്നുള്ളതാണ്. പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ حدثني رسول الله صلى الله عليه وسلم بأربع كلمات لعن الله من ذبح لغير الله لعن الله من لعن والديه لعن الله من آوى محدثا لعن الله من غير منار الأرض. എന്താ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം? ഖാല, അദ്ദേഹം പറഞ്ഞു, ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ബി അർബഇ കലിമാത്തിൻ, 4 കലിമത്തുകൾ. അർബഇ കലിമാത്ത് എന്ന് പറഞ്ഞാൽ അർബഅത ജുമൽ, 4 ജുംലകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞത്, 4 വചനങ്ങൾ. ഒന്ന്, ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ലാഹ്, ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്തിയവരെ. ലഅനല്ലാഹ് മൻ ലഅന വാലിദൈഹി, അല്ലാഹു ശപിച്ചിരിക്കുന്നു തൻ്റെ മാതാപിതാക്കളെ ശപിച്ചവരെ. ലഅനല്ലാഹ് മൻ ആവാ മുഹ്ദിസൻ, ഒരു മുഹ്ദിസിന് അഭയം നൽകിയവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹ് മൻ ഗയ്യറ മനാറൽ അർദ്, ഭൂമിയിലെ അടയാളങ്ങൾ മാറ്റിയവനെ, അതിർത്തി മാറ്റിയവനെ
അള്ളാഹു ശപിച്ചിരിക്കുന്നു. റവാഹു മുസ്ലിം. ഇവിടെ അലി റളിയല്ലാഹു തആലാനുവിൽ നിന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അബു തുഫൈൽ ഒരിക്കൽ അലി റളിയല്ലാഹു തആലാനോട് ചോദിച്ചു, അഖസ്സക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിശൈ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് അഥവാ നബി കുടുംബത്തോട് മാത്രം വല്ലതും പ്രത്യേകമായി ഉപദേശിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, ജനങ്ങളോട് മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലാതെ ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാളുറയിൽ നിന്ന് അദ്ദേഹം ഒരു സഹീഫത്ത്, ഒരു ഏടെടുത്ത് ഇതിലുള്ളതല്ലാതെ എന്ന് പറഞ്ഞു. മാ ഹസ്സന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിശൈഇൻ ലം യുഅമ്മിം ബിഹി الناس കാഫതൻ ഇല്ലാ മാ കാന ഫീ ഖിറാബി സൈഫി ഹാദാ ഫഅഖ്റജ സഹീഫതൻ മക്തൂബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും പറഞ്ഞല്ലാതെ ഞങ്ങളോടൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ഈ വാളുറയിലുള്ളത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാണ്, അതായത് എന്നോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, ഫഅഖ്റജ സഹീഫതൻ മക്തൂബ, ഒരു എഴുതപ്പെട്ട ഒരു ഏട് അദ്ദേഹം തൻ്റെ വാളുറയിൽ നിന്ന് പുറത്തെടുത്ത്. അതിലാണ് ഈ പറഞ്ഞ 4 കലിമത്തുകളുള്ളത്. അതാണ് അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബി 4 കലിമാത്ത്. എന്താ അതിലുള്ളത്? ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവൻ, അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിച്ചവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഉമ്മനി വാപ്പനി ശപിക്കുക, അത്തരം ആളുകളെ അല്ലാഹു, മക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ ആവ മുഹദിസൻ, മുഹദിസിന് അഭയം നൽകിയവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മുഹദിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാ? മുഹദിസ് എന്ന് പറഞ്ഞാൽ 2 നിലക്ക് അത് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, മുഹദിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ശിക്ഷ അർഹിക്കുന്ന കുറ്റവാളി, ഒരു ശിക്ഷ അർഹിക്കുന്ന കുറ്റവാളി. അയാൾ ശിക്ഷിക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് അല്ലെങ്കിൽ അതിനെ തൊട്ട് സംരക്ഷണമായിട്ട് ഒരാൾ അയാൾക്ക് അഭയം നൽകുക, ഇസ്ലാമിക ശിക്ഷ അയാൾക്ക് ഏൽക്കാതിരിക്കാൻ അഭയം നൽകുക. അപ്പോൾ ഒരു കുറ്റവാളി ശിക്ഷ വിധിക്കപ്പെട്ടില്ലെങ്കിൽ ശിക്ഷ അർഹിക്കുന്നു, അയാൾ ശിക്ഷിക്കപ്പെടരുത് എന്നതിനാൽ അയാൾക്ക് അഭയം നൽകുക, സംരക്ഷണം നൽകുക, അതാണ് മുഹദിസ്. ശിക്ഷ അർഹിക്കുന്ന, ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിക്ക് അഭയം നൽകുന്നവൻ, അവനെയാണ് എന്ത് ചെയ്തത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചത്. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചത്. ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു മൻ ആവ മുഹദിസൻ, മുഹദിസിന് അഭയം നൽകിയവനെ. നാലാമത്തേത് ലഅനല്ലാഹ് മൻ ഗയ്യറ മനാറൽ അർദ്, ഭൂമിയിലെ മനാർ മാറ്റുക, അതിർത്തി, അടയാളം, ഇതൊക്കെ മാറ്റി സ്ഥാപിക്കുക, എന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിർത്തി മാറ്റുക, അങ്ങനെ ആളുകൾക്ക് ഇടയിൽ അന്യായം സൃഷ്ടിക്കുക, ഇങ്ങനെ ചെയ്യുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ ഭാഗമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. അത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അറുത്തവർ, അവർ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞ് ശാപം, ലഅന എന്ന് പറഞ്ഞാൽ എന്താ? ലഅന എന്ന് പറഞ്ഞാൽ അൽ ഇബ്ആദു അൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കലാണ്. അൽ ഇബ്ആദു വത്തർദ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരപ്പെടുത്തലാണ് എന്ത്? ലഅന, ശപിക്കൽ. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരാളെ അള്ളാഹു അകറ്റുക, ദൂരെയാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ലഅനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരാൾ ദൂരെയാവുക എന്ന് പറഞ്ഞാൽ അതാണ് ലഈനായ ശൈത്താൻ എന്ന് പറയില്ലേ. ശൈത്താൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടവനാണ്. ശൈത്താൻ മൽഊനാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ ഈ ലഅന്, അത് ലഅനുൻ അക്ബർ ഉണ്ട്, ലഅനുൻ അസ്ഗർ ഉണ്ട്. വലിയ ശാപമുണ്ട്, ചെറുതുമുണ്ട്. ഷിർക്കിനാലുള്ള ശാപം അത് വലിയ ശാപാണ്, കൊടിയ ശാപാണ്. എന്നേക്കുമായി അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന സ്വർഗം
നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ശാപമാണത്. അതേപോലെ തന്നെ ചെറിയ ശാപമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കലാണ്. പക്ഷേ ആദ്യത്തിൻ്റെ അത്ര കടുത്തതല്ല, എന്നാലും മഹാ അപകടമാണ്. ഷിർക്കിൻ്റെ വിഷയത്തിലുള്ള ലാൻ അത് ലാനുൻ അക്ബറാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ ആ ലാനാണ് ഉദ്ദേശം, അള്ളാഹുവിൽ നിന്നുള്ള ശാപമാണ് ഇവിടെ ഉദ്ദേശം ഷിർക്ക് ചെയ്യുന്നവരുടെ വിഷയത്തിൽ. പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് താരിഖ് ബിൻ ശിഹാബിൽ നിന്നുള്ള ഹദീസാണ്. അതെന്താ? വഅൻ താരിഖ് ബിൻ ശിഹാബിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബിൻ വദഖല النار റജുലുൻ ഫീ ദുബാബ് ഖാലു വകൈഫ ذلك യാ റസൂലല്ലാഹ് ഖാൽ മറ റജുലാനി അലാ ഖൗമിൻ ലഹും സനം ലാ യജൂസുഹു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ശൈഅ فقالوا لأحدهما قرب قال ليس عندي شيء أقرب قالوا له قرب ولو ذبابا فقرب ذبابا فخلوا سبيله فدخل النار وقالوا للآخر قرب فقال ما كنت لأقرب لأحد شيئا دون الله عز وجل فضربوا عنقه فدخل الجنة رواه أحمد. അപ്പോൾ താരിഖ് ബിൻ ശിഹാബിൽ നിന്നുള്ള ഹദീസാണ് അല്ലെങ്കിൽ അസറാണ് പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത്. താരിഖ് ബിൻ ശിഹാബിൽ നിന്നുള്ള ഈ അസർ അത് സ്വീകാര്യയോഗ്യമാണോ അല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് സഹീഹാണോ അല്ല ദഈഫാണോ? അതിലാണ് അഭിപ്രായ വ്യത്യാസം. ഈ ഹദീസ് സഹിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. കാരണം ഇമാം ഇബ്നു അബീ ശൈബ താരിഖ് ബിൻ ശിഹാബ് മഖാരിഖിൽ നിന്നുള്ള റിവായത്തിലൂടെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. താരിഖ് ബിൻ ശിഹാബ് എന്തല്ല, സഹാബിയല്ല. താരിഖ് ബിൻ ശിഹാബിന് സുഹബത്തുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ല, നേരിട്ട് കേട്ടിട്ടില്ല എന്നുള്ളതാണ് വിഷയം. ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞു, താരിഖ് ബിൻ ശിഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അതാണ് ഇബ്നു ഹജറിന്റെ പക്ഷം. താരിഖ് ബിൻ ശിഹാബ് താബിഈയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ല. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. താരിഖ് ബിൻ ശിഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ല, പക്ഷേ സുഹബത്തുണ്ടോ, കണ്ടിട്ടുണ്ടോ, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഹജറിന്റെ പക്ഷം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടിട്ടുണ്ട് എങ്കിൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സഹാബികളൊക്കെ അദൂലാണ്, നീതിമാന്മാരാണ്, ഉദൂലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അസർ തെളിവെടുക്കാവുന്നതാണ് എന്നതിൽ ഇഷ്കാലില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ലാത്ത നിലക്ക് തന്നെ ഈ ഹദീസ് തെളിവെടുക്കാവുന്ന ഹദീസാണ് എന്നുള്ളത് സ്ഥാപിതമാകുന്നത് എങ്ങനെയാണ്? മഖാരിഖ് സഹാബിയാണ്. അദ്ദേഹം താരിഖ് ബിൻ ശിഹാബിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഖാരിഖ് എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയുടെ വിഷയത്തിൽ, അതായത് പിന്നെ താരിഖ് ബിൻ ശിഹാബിൽ നിന്ന് മഖാരിഖ് ഉദ്ധരിച്ചിട്ടുണ്ട്. താരിഖ് ബിൻ ശിഹാബിൽ നിന്ന് ആമശാകുമ്പോഴാണ്, സുലൈമാൻ ബിൻ മെഹ്റാൻ എന്ന ആമശാകുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം. മഖാരിഖ് എന്ന് പറഞ്ഞാൽ സഹാബി എന്ന് ഞാൻ പറഞ്ഞു പോയത് തെറ്റാണ്. താരിഖ് ബിൻ ശിഹാബിൽ നിന്ന് മഖാരിഖ് എന്ന റാവി, അപ്പോൾ താബിഈങ്ങളുടെ ദർജയിലാണ് അദ്ദേഹം പെടുക. ആയാലും ഇബ്നു അബീ ശൈബയിൽ നിന്നുള്ള റിപ്പോർട്ടുണ്ട് ഈ വിഷയത്തിൽ. താരിഖ് ബിൻ ശിഹാബിൽ നിന്ന് മഖാരിഖിൻ്റെ റിപ്പോർട്ട്. മഖാരിഖ് ആകട്ടെ ഇമാം ബുഖാരിയുടെയും ഇമാം തുർമുദിയുടെയും ഒക്കെ റിജാലുകളിൽപ്പെട്ട വ്യക്തിയുമാണ്. അപ്പോൾ ഏതായാലും ഈ ഇബ്നു ഷിഹാബിൽ നിന്നുള്ള, താരിഖ് ബിൻ ഷിഹാബിൽ നിന്നുള്ള ഈ മുർസലായ ഹദീസ് അതുകൊണ്ട് അമലെടുക്കാൻ പറ്റും എന്നുള്ള പക്ഷമാണ് പല പണ്ഡിതന്മാർക്കും ആ അഭിപ്രായം ബലപ്പെട്ടതാണ്. ഇമാം അഹ്മദ്
അദ്ദേഹത്തിൻ്റെ കിതാബ് സുഹുദിലാണ് ഈ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തതായ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി താരിഖ് ബിൻ ശിഹാബ് നിവേദനം ചെയ്യുന്നു. ദഖലൽ ജന്നത റജുലുൻ, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ഫീ ദുബാബിൻ, ഒരു ഈച്ചയുടെ വിഷയത്തിൽ. വദഖലൻ നാറ റജുലുൻ ഫീ ദുബാബിൻ, ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരു മനുഷ്യൻ നരകത്തിലും പ്രവേശിച്ചു. ഒരു വ്യക്തി സ്വർഗത്തിലും ഒരു വ്യക്തി നരകത്തിലും പ്രവേശിച്ചു. വിഷയം ഒരു ഈച്ചയാണ്. ഖാലു, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, കൈഫ ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, എങ്ങനെയാണത് സംഭവിച്ചത്? ഖാല, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർറ റജുലാനി അലാ ഖൗമിൻ ലഹും സനം. മർറ റജുലാനി അലാ ഖൗമിൻ, ഒരു ജനവിഭാഗത്തിനരികിലൂടെ രണ്ടാളുകൾ നടന്നുപോയി. ലഹും സനം, ആ ജനവിഭാഗത്തിന് ഒരു സനം ഉണ്ടായിരുന്നു. സനം എന്ന് പറഞ്ഞാൽ വിഗ്രഹം. സനമും വസനും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ കോലത്തിൽ പ്രതിമയാക്കപ്പെട്ടതിന് സനമെന്നും, മനുഷ്യരുടേതും അല്ലാത്തതുമായവയുടെ കോലത്തിൽ, ഇപ്പോൾ കബറായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോലത്തിലൊക്കെ ഉണ്ടാക്കിയതിന് വസൻ എന്നും പറയും. അതല്ല സനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വസനും സനമും ഉദ്ദേശിക്കും. വസൻ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സനമും വസനും ഉദ്ദേശിക്കും. രണ്ടും സനമും വസനും ഒന്നിച്ച് പറയുകയാണെങ്കിലാണ് അർത്ഥത്തിൽ വ്യത്യാസം. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ വിഗ്രഹം നാട്ടിയിരുന്ന ഒരു വിഭാഗത്തിനരികിലൂടെ രണ്ടാളുകൾ നടന്നുപോയി. എന്താ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത? ലാ യജൂസുഹു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ഷൈഅ. ലാ യജൂസുഹു അഹദുൻ, ഒരാളും ആ വിഗ്രഹത്തെ കടന്നു പോവുകയില്ല. ഹത്താ യുഖർരിബ ലഹു ഷൈഅൻ, ആ വിഗ്രഹത്തിന് വല്ലതും സമർപ്പിക്കാതെ, ഖുർബാനായി നൽകാതെ, ബലിയായി നൽകാതെ, അതായത് ഒരു അറവ് നടത്തി ബലി നൽകിയിട്ടല്ലാതെ ആരും ആ വിഗ്രഹത്തിനരികിലൂടെ നടന്നു പോകുമായിരുന്നില്ല. അങ്ങനെ ഫഖാലു ലി അഹദിഹിമ, ഈ രണ്ടാളുകൾ നടന്നു പോയപ്പോൾ ആ ജനവിഭാഗം ഇവർ രണ്ടിൽ ഒരാളോട് പറഞ്ഞു, ഖർരിബ്, വല്ല ബലിയും നൽകാൻ പറഞ്ഞു, വല്ല അറിവ് നടത്തിയിട്ട് ഈ വിഗ്രഹത്തിന് ഖുർബാൻ നൽകാൻ പറഞ്ഞു. ഖാല, അപ്പം അയാൾ പറഞ്ഞു, ലൈസ ഇൻദി ഷൈഉൻ ഉഖർരിബ്, വിഗ്രഹത്തിന് ബലി നൽകാൻ എൻ്റെ അടുക്കൽ ഒന്നുമില്ല. ലൈസ ഇൻദി ഷൈഉൻ, എൻ്റെ അടുത്ത് യാതൊന്നുമില്ല, ഉഖർരിബ്, ബലി നൽകാൻ. ഖാലു ലഹു, അപ്പോൾ ആ ജനവിഭാഗം അയാളോട് പറഞ്ഞു, ഖർരിബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും ബലി നൽകി, ഒരു ഈച്ചയെ മുറിച്ചെങ്കിലും ഖുർബാൻ ബലി നൽകാൻ പറഞ്ഞു. ഫഖറബ ദുബാബൻ, അപ്പം എന്ത് ചെയ്ത്? അയാൾ ഒരു ഈച്ചയെ അറുത്തിട്ട് ബലി നൽകി. ഫഖല്ലു സബീലഹു, അപ്പം ആ ആളുകൾ പാട്ടിന് വിട്ടു, അയാളെ വഴിയെ വിട്ടു. ഫദഖലന്നാർ, ഒരു ഈച്ചയെ ആ വിഗ്രഹത്തിന് ബലി നൽകിയത് കാരണത്താൽ അയാൾ നരകത്തിൽ പ്രവേശിച്ചു. ഫദഖലന്നാർ, നരകത്തിൽ പ്രവേശിച്ചു. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. വഖാലു ലിൽ ആഖർ, അപരനോട് ഈ നാട്ടുകാർ പറഞ്ഞു, ഈ ആളുകൾ പറഞ്ഞു, ഖർരിബ്, നീയും ബലി നൽകി, ഖുർബാൻ സമർപ്പിക്ക്. ഫഖാൽ, അയാൾ പറഞ്ഞു, മാ കുൻതു ലി ഉഖർരിബ ലി അഹദിൻ ഷൈഅൻ ദൂനല്ലാഹി അസ്സ വജൽ. മാ കുൻതു ലി ഉഖർരിബ്, ഞാൻ ബലി നൽകുന്നവനല്ല, ലി അഹദിൻ, ഒരാൾക്കും, ഷൈഅൻ, യാതൊന്നും, ദൂനല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനല്ലാതെ യാതൊരാൾക്കും യാതൊന്നും ബലി നൽകുന്നവനല്ല ഞാൻ എന്ന് അയാൾ പ്രഖ്യാപിച്ചു. ഫദറബു ഉനുഖഹു, അതോടെ അവർ അയാളുടെ പിരടി വെട്ടി അളവധിച്ചു. ഫദഖലൽ ജന്ന, അത് കാരണത്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടത്. ഇവിടെ വിഗ്രഹത്തിന്, അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ ബലി നൽകി. ആ ബലി നൽകിയത് ഒരു ഈച്ചയെയാണ്. ഈച്ചയാണ് ബലി നൽകിയത്. വലിയൊരു പോത്തിനെ, ആടിനെ, ഒട്ടകത്തെ അങ്ങനെയൊന്നുമല്ല, പിന്നെ ഒരു ഈച്ചയാണ് നൽകിയത്. പക്ഷെ അള്ളാഹു അല്ലാത്തവരുടെ തഖർറുബ് ഉദ്ദേശിച്ചിട്ടാണ് നൽകിയത് എന്നത് കാരണത്താൽ അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്.
ഈ ഹദീസിന്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈ ബലി നൽകിയ വ്യക്തി മുസ്ലിമായിരുന്നു. കാരണം അത് കാരണത്താലാണ് നരകത്തിൽ പ്രവേശിച്ചെന്ന് പറഞ്ഞത്. അതില്ല എങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകേണ്ട ആളാണ്. ഈ ബലിയാണ് അയാളെ നരകത്തിലേക്ക് എത്തിച്ചത്. അതില്ലെങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ ഈ ബലി നൽകിയ വ്യക്തി മുസ്ലിമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് പ്രഖ്യാപിച്ച് സ്വർഗത്തിൻ്റെ വഴിയിലുള്ള മനുഷ്യന്മാർ ഷിർക്കിൻ്റെ അമല് ചെയ്തിട്ട് നരകത്തിൽ പോകുന്നുള്ളതിന് തെളിവാണത്. അവരിൽ നിന്ന് ഷിർക്ക് വരും, നരകത്തിലേക്കുള്ള അമല് വരും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇവിടെ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഷിർക്കിൻ്റെ ഗൗരവം നോക്കി നിങ്ങൾ. അള്ളാഹു അല്ലാത്തവരുടെ സാമീപ്യം ഉദ്ദേശിച്ചുള്ള ബലി നൽകുന്നതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്കി. അതൊരു ചെറിയ നിസ്സാരമായ വസ്തുവാണെങ്കിൽ പോലും അത് മതി മനുഷ്യരെ നരകത്തിലേക്ക് ആഴ്ത്താൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഇതാണ് അറിയിക്കുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ, നമ്മുടെ നാടുകളിൽ ജാറങ്ങളിലേക്ക് അതേപോലെ തന്നെ പല നേർച്ചകൾ നേർന്ന് നേർച്ചക്കാർക്ക് വേണ്ടി, അതേപോലെ തന്നെ ശുഹദാക്കൾക്ക് വേണ്ടി, അതേപോലെ തന്നെ മറ്റു പല മഹാന്മാർക്ക് വേണ്ടിയൊക്കെ അറവ് നടത്തുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല പല മുസ്ലിം നാമധാരികളും ക്ഷേത്രനടയിൽ പോലും ക്ഷേത്രത്തിന് വലത്തിട്ട് ബലി നൽകുന്ന, ബലി സമർപ്പിക്കുന്ന ദുരന്ത വാർത്തകളും അതേപോലെ കാഴ്ചകളും നമുക്ക് കേരളക്കരയിൽ അറിയാൻ സാധിക്കും. അപ്പോൾ എത്ര ഗൗരവമാണ് സഹോദരന്മാരെ ഈ വിഷയം. ഇത് തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, രണ്ടാമത്തെ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ച്. കാരണം എന്താ? അയാളുടെ ആദർശമാണ്. ബലി നൽകൂ എന്ന നാട്ടുകാർ പറഞ്ഞപ്പോൾ മാ കുൻതു ലി ഉഖർരിബ ലി അഹദിൻ ഷൈഅൻ ദൂനല്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് ഞാൻ യാതൊന്നിനെയും, അല്ലാഹു അല്ലാത്തവർ ആരാകട്ടെ, അതാണ് ലി അഹദിൻ എന്നാണ്. അഹദിൻ എന്നുള്ളത് നക്കീറയാണ് പ്രയോഗം. അതൊരു നഫീൻ്റെ സിയാക്കിലാണ് വന്നത്. മാ കുൻതു ലി അഹദി ലി ഉഖർരിബ ലി അഹദിൻ. അതേപോലെ ഷൈഅൻ എന്നുള്ളത് നക്കീറയാണ്. അതും ഒരു നഫീൻ്റെ സിയാക്കിലാണ് വന്നത്, മാ എന്ന നഫീൻ്റെ സിയാക്കിൽ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഉമൂമിൻ്റെ മാനയാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഏതൊരാൾക്കും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, ഷെയ്ഖാകട്ടെ, ഷഹീദാകട്ടെ, ആരാവട്ടെ, ഷെയ്ഖ് എന്ന് പറഞ്ഞാലും യാതൊന്നൊന്നർത്ഥം. കാരണം അതും ഉമൂമിൻ്റെ മാനയെ പ്രദാനം ചെയ്യുന്നുണ്ട്. യാതൊന്നും, ഒരു ചെറിയ വസ്തു പോലും, ഈച്ച പോലും ഞാൻ കുർബാന സമർപ്പിക്കൂല, ബലി നൽകുന്നവനല്ല എന്നാണ് അയാൾ പറയുന്നത്. അത് കാരണത്താലാണ് അയാൾ ഇവിടെ അതിൻ്റെ പേരിൽ അയാൾ ഷഹീദായി, വധിക്കപ്പെട്ട്. അതിനാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ആദർശത്തിന് വേണ്ടി ജീവിച്ച് ആ ആദർശ ജീവിതം അത് നമ്മൾ അള്ളാഹുവിന് മാത്രമാക്കി, അതിൻ്റെ പേരിൽ നമ്മൾ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടാലും പ്രയാസപ്പെടുത്തപ്പെട്ടാലും മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായാലും അത് നമുക്ക് ഖൈറാണ്, അതിൽ നമുക്ക് നന്മയാണ്. പക്ഷേ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത്. ആദർശ ജീവിതം നമ്മൾ നയിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ആദർശ സംരക്ഷണാർത്ഥം നമ്മൾ വധിക്കപ്പെട്ടാൽ അതിന് നമുക്ക് സ്വർഗമാണ് പ്രതിഫലമായിട്ടുള്ളത്, ഇവിടെ ഈ വ്യക്തിക്ക് ലഭിക്കപ്പെട്ടതുപോലെ. അപ്പോൾ അത് നമുക്ക് ആദർശ ജീവിത മേഖലയിൽ പരീക്ഷണങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. സ്വർഗം അത് വിലപിടിപ്പുള്ള അള്ളാഹുവിൻ്റെ സിലഅത്താണ്. അത് ലഭിക്കണമെങ്കിൽ ആദർശ ജീവിതം ക്ഷമിച്ചും സഹിച്ചും സഹിഷ്ണുത അവലംബിച്ചും നമ്മളിവിടെ നയിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു വിഷയമുള്ളത്, ഈ വ്യക്തി, ആദ്യത്തെ വ്യക്തി, അയാളൊരു ഈച്ചയെ അറുത്തിട്ടാണ് നരകത്തിൽ പോയത്. അയാൾ നിർബന്ധിതനായതിനാലാണല്ലോ ഈച്ചയെ ബലി നൽകിയത്. അപ്പം എങ്ങനെയാണ് നിർബന്ധിതൻ? അയാളിൽ നിന്ന് ശിർക്ക് പോയതിൻ്റെ പേരിൽ നരകത്തിൽ പോവുക? ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
നിർബന്ധിക്കപ്പെട്ടവനൊഴികെ. അവൻ്റെ മനസ്സ് ഈമാൻ കൊണ്ട് സമാധാനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇവിടെ അയാൾ നിർബന്ധിതനായതുകൊണ്ടല്ലേ ഈച്ചയെ അറുത്തത്, അതുകൊണ്ട് എങ്ങനെയാണ് അയാൾ നരകത്തിൽ പോവുക എന്നതാണ് ഒരു ഇഷ്കാൽ. അതിന് പണ്ഡിതന്മാർ രണ്ട് നിലക്കാണ് മറുപടി നൽകിയിട്ടുള്ളത്. ഒന്ന്, ഇത് നമ്മുടെ ശറയിൽ കഴിഞ്ഞ ഒരു സംഗതിയല്ല, പിന്നെയോ ഇത് പൂർവ്വകാലത്തുള്ളവരുടെ ശറയിൽ നടന്ന ഒരു സംഭവമാണ്. അവരുടെ ശറയിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകത, നിർബന്ധിക്കപ്പെട്ടാലും കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ലഫ്ള് പറയാൻ പാടുള്ളതല്ല, വധിക്കപ്പെട്ടാലും ശരി, അതിലവർക്ക് ഇളവുണ്ടായിരുന്നില്ല. താൻ ആദർശത്തിൻ്റെ പേരിൽ വധിക്കപ്പെടുകയായാലും കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ലഫ്ള് ഉച്ചരിക്കാൻ പാടുണ്ടായിരുന്നില്ല. പിന്നെയോ വധിക്കപ്പെടുകയാണെങ്കിൽ വധത്തിന് വിധേയരാവുക എന്നുള്ളതാണ് അവരുടെ ശറഅ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇയാൾ നിർബന്ധിക്കപ്പെട്ടപ്പോഴും അയാൾ ഷഹീദാവുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ കുഫറിൻ്റെ പ്രവൃത്തി അയാളിൽ നിന്ന് വന്നത് കാരണത്താലാണ് അയാൾ നരകാർഹനായത് എന്ന് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തേത്, ഈ ഹദീസിൻ്റെ ലഫ്ള് നോക്കുമ്പോൾ അതിൽ നിർബന്ധത്തിന് വിധേയനാകുന്ന ഒരു പ്രയോഗതയിലില്ല. താൻ നിർബന്ധിക്കപ്പെട്ടിട്ടാണ് അറവ് നടത്തിയത് എന്നുള്ളത് അറിയിക്കുന്ന ഒരു പ്രയോഗത്തിലില്ല. പിന്നെയോ അറക്കാൻ വേണ്ടിയിട്ട് അയാളോട് പറഞ്ഞ് അയാൾ അറക്കുകയുണ്ടായി. ഒരുവേള അയാൾ വിചാരിച്ചിട്ടുണ്ടാവും താൻ നിർബന്ധിക്കപ്പെടുകയാണ് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ബാഹ്യ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ വ്യക്തിയെ പെരടി വെട്ടി എന്ന് പറഞ്ഞില്ലേ, വധിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നാണ് ചിലർ ഇത് നിർബന്ധത്തിന് വിധേയരായിട്ടാണ് പിന്നെ മറ്റേ വ്യക്തി അറുത്തത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ രണ്ടാമത്തെ വ്യക്തിയെ നിർബന്ധിപ്പിച്ച് അയാളോട് അറക്കാൻ പറഞ്ഞു എന്നുള്ളതല്ല. ഖർരിബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും നീ അറക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതിൽ രോഷം പൂണ്ടാണ് അവരറുത്തത്, അദ്ദേഹത്തെ വെട്ടിയത് എന്നുള്ളതാണ്, അദ്ദേഹത്തെ വലിച്ചത് എന്നുള്ളതാണ്. കാരണം ഒരു ഈച്ചയെങ്കിലും നീ അറക്ക് എന്നാ പറഞ്ഞത്, ഇതിൽ നിർബന്ധിക്കണില്ല. പിന്നെയോ ഒരു ഈച്ചയെങ്കിലും നീ അറക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഒന്നാമത്തെ വ്യക്തിയോടല്ല, രണ്ടാമത്തെ വ്യക്തിയോട് ഖർരിബ്, നീ ബലി അറുക്കി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോഗം മാ കുൻതു ലിഖർരിബ ലി അഹദിൻ ഷൈഅൻ ദൂനല്ലാഹ്, ഞാൻ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും യാതൊന്നിനെയും ബലി അറുത്തിട്ടില്ല, ബലി അറുക്കുന്നവനല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പ്രതികരണം അവരെ ചൂടുപിടിപ്പിക്കുകയും അവരെ രോഷാകുലരാക്കുകയും തങ്ങളുടെ വിഗ്രഹത്തെ നിസ്സാരപ്പെടുത്തിയിട്ടുള്ള വർത്തമാനമാണിതെന്ന് അവർ ഗണിക്കുകയും ചെയ്തതിനാലാണ് പെരടി വെട്ടിയത്. നിർബന്ധിക്കുന്ന ഒരു ശൈലി ഇതിൽ ഇല്ല എന്ന രീതിയിൽ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒന്നാമത്തെ മറുപടി ആ വിഷയത്തിൽ പിന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള മറുപടിയാണ്. കാരണം അത് പൂർവ്വകാലത്തുള്ളവരുടെ ശറവുമായി ബന്ധപ്പെട്ടതാണ്. പൂർവ്വകാലത്തുള്ളവരുടെ ശറയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശറയിൽ നിർബന്ധിക്കപ്പെട്ടാലും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വാക്ക് പറയുവാനോ പ്രവൃത്തി ചെയ്യുവാനോ പാടുണ്ടായിരുന്നില്ല. ആ വിഷയത്തിൽ അവർ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാലും ഈ വ്യക്തി നിർബന്ധിക്കപ്പെട്ടപ്പോൾ അയാൾ ഷിർക്കിൻ്റെ പ്രവൃത്തി ചെയ്തു, അതിനാലാണ് അയാൾ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ഗൗരവമേറിയിട്ടുള്ള വിഷയങ്ങൾ ഉണർത്തുന്ന ഒരു അധ്യായമാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ പിന്നെ നൽകിയിട്ടുള്ളത്. ബാബു മാ ജാഅ ഫി ദബഹി ലിഗൈരില്ലാഹ് മിനൽ വഈദ് വ അന്നഹു ശിർകുൻ ബില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്ന വിഷയത്തിൽ വന്ന വഈദ്, മുന്നറിയിപ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. വ അന്നഹു ശിർകുൻ ലില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കൽ അത് ഷിർക്കാണ് എന്ന് വ്യക്തമാക്കുന്ന അധ്യായം. അതിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വളരെ ഗൗരവത്തിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ സത്യദീനിൽ ഈമാനും ഇസ്തിഖാമത്തും കനിയുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.